ചാണ്ടി ഉമ്മന് പിന്നാലെ വി.ഡി. സതീശന്റെ ശൈലി ചോദ്യം ചെയ്യുന്നവരുടെ എണ്ണം കോൺഗ്രസിൽ കൂടുകയാണ്. സോഷ്യൽ മീഡിയയിൽ റീച്ചുള്ളവർക്ക് മാത്രമേ പാർട്ടിയിൽ പരിഗണനയുള്ളൂവെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് ജെ.എസ്. അഖിൽ തുറന്നടിച്ചു. ഗ്രൂപ്പ് വികാരത്തിനപ്പുറം സതീശൻ വിരുദ്ധരുടെ കൂട്ടായ്മയാണ് കോൺഗ്രസിൽ ശക്തിപ്പെടുന്നത്. അതേസമയം സതീശൻ ക്യാമ്പും പുതിയ നീക്കത്തിൽ കരുതലാണ്. നേതൃത്വത്തിനെതിരെ പൊതുവിലാണ് വിമർശനമെന്ന് തോന്നുമെങ്കിലും ലക്ഷ്യം വി.ഡി. സതീശൻ തന്നെ. സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തെത്തിയപ്പോൾ മുൻനിരയിൽ നിന്ന് മാറ്റപ്പെട്ടവരും തങ്ങൾക്ക് പരിഗണനയില്ലെന്ന് തോന്നുന്ന യുവനിരയിലുള്ളവരും സംഘടിക്കുകയാണ്. സതീശന്റെ ശൈലി ചോദ്യം ചെയ്യാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഗുരുതര ആരോപണമുന്നയിക്കുന്ന യുവനേതാക്കൾ താരതമ്യം ചെയ്യുന്നതാവട്ടെ പഴയ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല കാലഘട്ടവും. ഏറ്റവും ഒടുവിൽ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെയുള്ള ആളുകൾ നേതൃനിരയിൽ ഇരുന്ന സമയത്ത് പോലും എടുക്കുന്ന തീരുമാനങ്ങൾ ഒറ്റക്കെട്ടായി ആ തീരുമാനങ്ങൾക്ക് ഒരു പ്രസക്തി ഉണ്ടായിരുന്നു. അത്തരം ചർച്ചകൾ ഉണ്ടാകണമെന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. കാരണം നിർഭാഗ്യം വെച്ചാൽ ഞാനൊരു കാര്യം പറയാം, കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു ശൈലി ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോ കുറച്ചു കാലങ്ങളായിട്ട് ഇതിനകത്ത് ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയയിൽ ലൈക്കുമുള്ള ആളുകളെ മാത്രമാണ് ഇതിന്റെ നേതൃതലത്തിലേക്ക് പരിഗണിക്കപ്പെടുന്നത് എന്നുള്ളൊരു വലിയൊരു ആശങ്ക ഞങ്ങൾക്കുണ്ട്. മാധ്യമങ്ങൾക്ക് മുന്നിലടക്കം വന്ന് പരസ്യമായി നിലപാട് പറയുക എന്ന ശൈലിയാണ് വിമത നേതാക്കളുടേത്. പക്ഷേ ഈ നീക്കം വിജയം കാണുമോ എന്ന് സംശയമാണ്. പാർട്ടിയിൽ തനിക്കെതിരെ നടക്കുന്ന നീക്കത്തിൽ സതീശൻ ക്യാമ്പും കരുതലിലാണ്. നേതൃത്വത്തെ ചോദ്യം ചെയ്തുള്ള നീക്കങ്ങൾക്ക് കെ സുധാകരൻ മറുപടി പറയട്ടെ എന്നതാണ് സതീശന്റെ നിലപാട്. ഞാൻ അതിനൊന്നും മറുപടി KPCC പ്രസിഡന്റ്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് കളമൊരുങ്ങാനിരിക്കെ പാർട്ടിയിലെ തർക്കം വലിയ പ്രതിസന്ധിയാണ്. ഹൈക്കമാൻഡ് ഇടപെടൽ വേണ്ട നിലയിലേക്ക് സാഹചര്യം വളരുന്നു. നിലവിലെ സാഹചര്യത്തിൽ വി.ഡി. സതീശന് ഹൈക്കമാൻഡ് പിന്തുണ കിട്ടിയേക്കും. യുവനേതാക്കൾക്കപ്പുറം മുതിർന്ന നേതാക്കൾ പരസ്യമായി രംഗത്തെത്താനും സാധ്യതയില്ല. കെ സുധാകരന്റെ ശൈലി ചോദ്യം ചെയ്യുന്നവരും പുതിയ കൂട്ടായ്മയിലുണ്ടെങ്കിലും തൽക്കാലം ഇവരുടെയും മുഖ്യശത്രു വി.ഡി. സതീശൻ തന്നെ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.